പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ റാന്നിക്ക് സമീപം വീടിന്റെ മതിലിടിഞ്ഞു വീണു. തലനാരിഴയ്ക്കാണ് വൻ അപകടം ഒഴിവായത്. ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ. ശ്രീജിത്ത്, അവിടെ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പലയിടത്തും വലിയ തോതിൽ മണ്ണ് നീക്കുകയും പാറ പൊട്ടിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിന്റെ ഫലമായിട്ടാണോ ഇങ്ങനെ മണ്ണിടിച്ചിലുണ്ടായത്? പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയാണ്. ആ പാതയിൽ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് റാന്നി മണ്ണാറക്കുളഞ്ഞി, റാന്നിയിലേക്ക് പോകുന്ന പ്രധാനപ്പെട്ട പാത. ഇവിടെയാണ് കനത്ത മഴയിൽ ഈ ഒരു വീടിൻ്റെ ചുവർ പൂർണ്ണമായി ഇടിഞ്ഞ് സംസ്ഥാന പാതയിലേക്ക് വീണിരിക്കുന്നത്. അത് പൂർണ്ണമായി അതിൻ്റെ മതിലൊക്കെ ഇടിഞ്ഞ ദൃശ്യങ്ങളാണ് ക്യാമറാമാൻ സഞ്ജയ് ഇക്ബാൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. വലിയൊരു ദുരന്തമുണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ടായിരുന്നു. കാരണം പ്രധാനപ്പെട്ട പാതയാണ്, നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന മേഖലയാണ്. അപ്പോഴാണ് ഇത്തരത്തിൽ വീടിൻ്റെ മതിൽ പൂർണ്ണമായി ഇടിഞ്ഞ് വീണിരിക്കുന്നത്. കനത്ത മഴ, ഇന്നലെ മുതൽ കനത്ത മഴയായിരുന്നു മേഖലയിൽ പെയ്തുകൊണ്ടിരുന്നത്. ഇന്നലെ രാത്രിയിൽ ഒരു 8:30 ആയപ്പോൾ വലിയൊരു ശബ്ദം കേട്ടു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇടി മുഴങ്ങിയതായിരിക്കും എന്ന് വിചാരിച്ച് ഞാനും എൻ്റെ ഹസ്ബൻഡ് മാത്രമേ വീട്ടിലുള്ളൂ. പുള്ളി പിന്നെ കതവ് തുറന്നപ്പോൾ ഗ്രില്ലുണ്ട്, അതിനകത്ത് കൂടെ നോക്കിയപ്പോൾ ടോർച്ച് അടിച്ച് നോക്കിയപ്പോൾ ഇങ്ങനെ ഇവിടെ വീണ് കിടക്കുന്നത്. പിന്നെ ഞങ്ങൾ രാത്രി ഞങ്ങൾ രണ്ടുള്ളതുകൊണ്ട് വെളിയിലോട്ട് അങ്ങനെ ഇറങ്ങത്തില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ വെളിയിൽ ഇറങ്ങി നോക്കി, ഞങ്ങൾ പെരക്കകത്തിൽ നിന്ന് ഉടനെ ഇറങ്ങി ഞങ്ങൾ ആ കാർ ഷെഡിനകത്തിൽ ഇന്നലെ രാത്രി കഴിച്ചു കൂട്ടി. ഇവർ KSDP-ക്കാരെ ഇത് കെട്ടിത്തരാമെന്നാണ് ആദ്യം തൊട്ട് ഇവർ പറയുന്നത്. പക്ഷേ ലാസ്റ്റ് വരെ അവർ കെട്ടിയും തന്നില്ല, ഒന്നും ചെയ്തു തന്നില്ല. വലിയ അപകടം നടന്ന് ഏതാണ്ട് മണിക്കൂറുകൾ പിന്നിട്ടു. പക്ഷേ അധികൃതർ, ഞങ്ങൾ അല്പസമയം മുൻപ് വരുമ്പോൾ ഇവിടെ PWDയുടെ ഒക്കെ അധികൃതർ ഉണ്ടായിരുന്നു. പക്ഷേ അവർ ഈ ഒരു ഡിവൈഡർ വെച്ച് പോയതല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും തന്നെ ചെയ്തിട്ടില്ല. വീണ്ടും അപകട സാധ്യതയുണ്ട്. ഇപ്പോഴും അതൊക്കെ ഏതാണ്ട് ഇങ്ങോട്ട് മറിഞ്ഞു വീഴാൻ പാകത്തിന് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. ഒരു ഭാഗം മാത്രം പൂർണ്ണമായി, അതിന് മുകളിൽ നിന്ന് നമ്മളുടെ സാരഥി അഭിലാഷ് പറയുന്നത് ആ വീടിൻ്റെ മുകളിൽ ഒരു ഭാഗം പൂർണ്ണമായി വിണ്ട് കീറിയിട്ടുണ്ട് എന്നാണ്. വലിയ അപകടം ഇനിയും നടക്കാനുള്ള സാധ്യതയുണ്ട്. കനത്ത മഴയാണ് ഇന്നലെ മുതൽ പത്തനംതിട്ട മേഖലയിൽ പെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ കാര്യമായ നാശനഷ്ടങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നില്ല. അതെന്തായാലും ഇപ്പോൾ ഏതാണ്ട് രാവിലെയോടുകൂടിയാണ് എന്ന് മനസ്സിലാക്കുന്നു ഇത്തരത്തിൽ വീടിൻ്റെ മതിൽ പൂർണ്ണമായി ഇടിഞ്ഞ് റോഡിലേക്ക് വീഴുന്നൊരു സാഹചര്യം. അതീവ ഗുരുതര അവസ്ഥ തന്നെയാണ് ഇവിടെ നിലനിൽക്കുന്നത്. സ്വാഭാവികമായി അടിയന്തര ഇടപെടൽ വേണ്ട ഒരു ആവശ്യമാണ്. പെട്ടെന്ന് തന്നെ ഇത് ഈ മണ്ണും അതുപോലെ തന്നെ കല്ലും പാറക്കഷ്ണങ്ങളും ഒക്കെ നീക്കി സുഗമമായ സഞ്ചാരത്തിന് വഴിയൊരുക്കണം, ഇല്ലെങ്കിൽ വലിയൊരു അപകട സാധ്യത നിലനിൽക്കുന്നുണ്ട്. സഞ്ജയ് ഇക്ബാലിനൊപ്പം ശ്രീകുമാരൻ, 24 പത്തനംതിട്ട.